So, hello guys, what's up? Okay, sound കൂട്ടിയാണ് ഗൈസ്. ഹലോ ഗൈസ്, വാട്സപ്പ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോഴും മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ബ്രീഡിങ് ഫാം ഉണ്ടാക്കാൻ പോയിട്ടോ. അപ്പോൾ ബ്രീഡിങ് ഫാം ഉണ്ടാക്കുന്നത് പകുതിയോളം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെയും ഞാനിങ്ങനെ ഡെയിലി കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും ഹാർഡ് കോറിലെ ബ്രീഡിങ് ഫാം ഇടുമ്പോൾ അതിൻ്റെ വൈബ് ഒരു വേറെ തന്നെയാണല്ലോ. എന്നിട്ട് ഇവിടെ മരമൊന്നുമില്ലേ പറഞ്ഞ പോലെ? ഇനി ഞാൻ പ്രൂസ് നട്ട് അത് വിളയിപ്പിക്കണോ? പ്രൂസ് വീട്ടിലിപ്പോൾ അല്ലടേ. ഇവിടെ മരമൊന്നുമില്ല. അപ്പം ഞാൻ വില്ലേജ് തന്നെ തല്ലിപ്പൊളിക്കേണ്ടി വരുന്നത്. ഞാൻ വിചാരിച്ച ഈ വില്ലേജ് തല്ലിപ്പൊളിക്കാതെ പണിയാന്ന് കരുതിയ. അവിടെ മരമുണ്ട് ഗൈസ്. ഇച്ചിരി മരത്തിൻ്റെ ആവശ്യമുണ്ട്. മരമൊക്കെ വെട്ടി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതേ പോയി ഞാൻ വരാട്ടെ ഗൈസ്. വേഗം പോയി വരാം ഗൈസ്. ഇവിടെ കേവ് ഉണ്ട് കേട്ടോ. കേവ് ഹാർഡ് കോറാന്നുള്ള ചിന്ത പോലില്ല. നമുക്ക് ഇത് കിട്ടിയിട്ടില്ല ഇന്ന് കോഡ്. അന്ന് ഇന്നൊരു മൈനിങ് ആയാലോ? നാളത്തേക്ക് ആക്കിയാലോ? മറ്റേ ബ്രീഡിങ് ഫാം നാളത്തേക്ക് ആക്കിയാലോ ഗൈസ്? ബ്രീഡിങ് ഫാം നാളത്തേക്കാക്കാം. അയൺ കിട്ടുമ്പോൾ അയൺ എടുക്കുക എന്നല്ലാതെ, അയണല്ല സോറി, കോഡ് കിട്ടുമ്പോൾ കോഡ് എടുക്കുക എന്നല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. കഴിഞ്ഞിട്ട് മതി ബ്രീഡിങ് ഫാം ആണെങ്കിലും എന്നെ അതാണെങ്കിൽ ഗൈസ്. എനിക്ക് സ്പീഡ് റൺ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മീൻസ് ഓഫ് ക്യാമറ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, അതാണ്. പിന്നെ ടെക്കി ബോയോടായിട്ട് കളിക്കാവോ എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു. അവൻ 10th ആണ് ഗൈസ്. അപ്പോൾ അവനെ കളിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ലാഗാക്കുന്നത്, വേറൊന്നുമല്ല. അതങ്ങോട്ട് കേവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങളും ഫുഡ് പോലും ഇല്ല ഗൈസ്. ഫുഡ് പോലും എടുക്കാണ്ടാണ് നടന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടിട്ട് ലാവാ. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഉള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഈ കേവിൽ പോയിട്ട് ഒന്ന് ഫുൾ ആർമർ ആക്കാം ഗൈസ്. ഒരു സോഡും അയൺ ആർമർ ആക്കാൻ നോക്കട്ടെ ഗൈസ്. നൈസ്. ഇവനെ എനിക്ക് പെറ്റാക്കണം ഗൈസ്. ഇവനെ എങ്ങനെ ഞാൻ പെറ്റാക്കും? ഇവൻ ഡീസ്പോണായി പോവുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവൻ ഡീസ്പോൺ ആയി പോയില്ലെങ്കിൽ നമുക്ക് ഇവനെ പറ്റാക്കാം. ഓക്കെ, അവനെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഡീസ്പോൺ ആയില്ലെങ്കിൽ നമുക്ക് അവനെ പറ്റാക്കാവേ. കുറെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഡീസ്പോൺ ആയില്ലെങ്കിൽ നമുക്ക് അവനെ പറ്റാക്കാം. നമുക്ക് പോയിട്ട് ഞാൻ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരാവേ. നൈറ്റ് ആവുന്നു ഗൈസ്. ഞാൻ വേറെ കേവ് ഒപ്പിയാണ് ശരിക്കും വന്നത്. നമ്മുടെ മറ്റേ കേവ് ആണെന്നിട്ട് വന്നപ്പോൾ ഇതാണ്ട വേറൊരു കേവ് കിട്ടിയിട്ടുണ്ട്. ഈ കേവിലൊക്കെ ഇറങ്ങുന്നത് ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ. പക്ഷെ അയണുണ്ട് ഗൈസ്. ഒന്നും നല്ല ഗൈസ്. എത്ര അയണം? ഡാർക്കും ആണ്, ബട്ട് അയണം കുറേ ഉണ്ട്. വേണ്ട ഗൈസ്, സ്കെൽട്ടനൊക്കെ ഉണ്ട്. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. ഹാർഡ് കോറാണ്. മിനി വേൾഡ്സ് ആണെങ്കിൽ പോവായിരുന്നു. ഹാർഡ് കോറിൽ ഒട്ടുമേ സേഫ് അല്ല ഗൈസ്. നമുക്ക് വലിയ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാർഡ് കോറിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അതായില്ലേ മറ്റേ ഞാൻ ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും ബ്രീഡിങ് ഫാം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ഇതേ പോയിട്ട് വരട്ടെ. സാധനങ്ങൾ ഒപ്പിച്ചിട്ട് ഗൈസ്. എൻ്റെ പട്ടിയും പോയി എന്നാണ് തോന്നുന്നത്. ഞാൻ വലിയ കാര്യത്തിൽ അവനെ ലോക്കും ചെയ്തിട്ട് അവനും പോയി എന്നാണ് തോന്നുന്നത്. എന്താണ് ഞാൻ വുഡൊക്കെ ഇപ്പോൾ വെട്ടിയെടുത്തിട്ട് വരാട്ടെ ഗൈസ്. അങ്ങനെ ഒരു സ്റ്റാക്കോളം മരവും നമ്മൾ വെട്ടിയിട്ടോ. ഒരു സ്റ്റാക്കിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ആർക്കത്? ഓക്കെ, ഇവിടെ ഇച്ചിരി സാൻഡും കിടപ്പുണ്ട്. അപ്പോൾ ഈ സാൻഡും കൂടെ അങ്ങ് എടുത്തേക്കാം. സാൻഡിൻ്റെ ആവശ്യം ഇനിയും വരും.
ഈ മഴ നിൽക്കുന്നില്ലല്ലോ മണ്ട്. ചീറ്റടിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ ചീറ്റടിക്കായിരുന്നു കേസ്. ചീറ്റ ഒരു നല്ല സാധനമായിരുന്നു, മഴയൊക്കെ കളയാൻ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു 1.5 സ്റ്റാക്കോളം എടുത്തിട്ട് വേഗം താഞ്ഞ് വരാട്ടെ ഗൈസ്. ഇതിപ്പോൾ ഷവലിപ്പോൾ തന്നെ പൊട്ടുന്ന പോകുന്നത്. അതെങ്ങനെയാണെങ്കിൽ നടക്കൂല. അയ്യോ ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മൈനിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഗൈസ്. പിന്നെ ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എവിടെ വെച്ചാൽ നമ്മൾ ചാവുക എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ആ ചാവുന്നത് ലൈവായിട്ട് നിങ്ങൾക്കും കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഇതൊക്കെ ലൈവായിട്ട് ഇടുന്നത്. 1 സ്റ്റാക്ക് 11 എടുത്തു. ലൈവായിട്ട് ഇത് ഇടുന്നതിൻ്റെ കാരണം അതാട്ടോ ഗൈസ്. ഓക്കെ, കിട്ടി. കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഗൈസ്. ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കത്രേ ഉള്ളൂ. ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കുക നമ്മൾ നമ്മുടെ വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ആപ്പിൾ വാങ്ങാൻ പറ്റും കേട്ടോ. പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാൻ തോന്നുന്നു. വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് സാധാ ആപ്പിൾ വാങ്ങിയിട്ട് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ട് മതി. ഗോൾഡൻ ഫാർം ഉണ്ടാക്കിയിട്ട് നമ്മൾ വലിയ അലങ്കാരത്തിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഹാർഡ് കോറിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ വീട്, അതാണ് ഞാൻ തപ്പുന്നത്. ഈ കേവിലേക്കൊക്കെ പോകാൻ ധൈര്യക്കുറവാണ് ഗൈസ്, അല്ലെങ്കിൽ പോയനെ. അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴും മൈനിങ് ഓണാണോ. അടുത്ത വീഡിയോയിലായിരിക്കും മിക്കവാറും ഇതുണ്ടാവുള്ളൂ, എന്ത് ബാക്കി ഉണ്ടാവുള്ളൂ. അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളെ ബ്രീഡിങ് ഫാർം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഒന്നും ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല. ചാടിക്കയറി ബ്രീഡിങ് ഫാമിലേക്ക് ചാടിയിട്ടും വലിയ ഗുണമൊന്നുമില്ല ഗൈസ്. ബക്കറ്റൊന്നും ആയിട്ടില്ല. ബക്കറ്റൊന്നും ആവാതെ എങ്ങനെയാണ് വെള്ളം എടുത്ത് മാറ്റുക? ഇച്ചിരെങ്കിലും വിവരം വേണ്ടേ? എനിക്കോ ഇല്ല, നിങ്ങളെങ്കിലും പറഞ്ഞു തരണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് ഈ വീട് ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് ഇങ്ങോട്ട് കൂടെ. എന്നിട്ട് നീ ഇച്ചിരി ഇങ്ങോട്ട് ഇച്ചിരി മാറ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നിട്ടോ. നീ ഇച്ചിരി ഇങ്ങോട്ട് മാറടാ. അതാ നിനക്ക് ബെഡ്. അയ്യോ, അയങ്കോളം എന്നെ തട്ടിക്കൊല്ലാനാണോ? ആ ബെഡ് എടുത്തോട്ടാ. ഓക്കെ, നമുക്ക് നമ്മുടെ മൈൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മൈനിങ്ങിന് പോകട്ടോ. ഇതൊക്കെ ഗൈസ് രക്ഷയുള്ളൂ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയേക്കാം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാതെ നോക്കണം ഗൈസ്, അല്ലെങ്കിൽ പണിയാണ്. ഓക്കെ, നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വന്ന് ചെയ്താൽ മതിയായിരുന്നോ എന്നൊരു ചെറിയ ഡൗട്ടില്ലാതില്ല. യെസ്, നമ്മുടെ കയ്യിലത്തെ സാധനങ്ങൾ വെക്കണം. എന്താണെങ്കിലും എൻ്റെ കയ്യിൽ സ്റ്റോൺ ഇല്ല ഗൈസ്. അപ്പോൾ സ്റ്റോൺ എടുത്താലാണ് ഷവലുണ്ടാക്കാൻ പറ്റുള്ളൂ. നൈറ്റും ആയിട്ടുണ്ട്, അപ്പോൾ കിടന്ന് ഉറങ്ങൂടെ ചെയ്യാം. ഒരു ഡേ സ്കിപ്പ് ചെയ്യാമല്ലോ. എൻ്റെ ബെഡിൽ കയറി കിടക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ? ഇതിന് വേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. വേക്കപ്പ് ഓക്കെ, എണിപ്പിച്ചിട്ടുണ്ട്, കിടന്നുറങ്ങി. അടിപൊളി അടിപൊളി. നമ്മുടെ സ്റ്റോണും ഇല്ലല്ലേ. എന്നെ ഉണ്ടാക്കാനാണ് പിന്നെ ഇറങ്ങി പുറപ്പെട്ട. ഒരു കുന്തവും ഇല്ലാതെ എന്തുണ്ടാക്കാനാണ് എൻ്റെ ഭർത്താവ്. ഇച്ചിരി കോളെടുത്തേക്കാം ഗീസ്, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ. നമ്മുടെ കയ്യിൽ സ്റ്റോൺ ഇല്ല ഗീസ്. അപ്പോൾ നമ്മളെന്താണെങ്കിൽ മൈനിങ്ങിന് തന്നെ പോകണം. അപ്പോൾ നമ്മളെ മൈനിങ്ങിന് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ അർജൻറ്റായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ മൈനിങ്ങിന് പോകാതെ ഇരുന്നത്. ഇതും കൂടെ എടുത്തേക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാവശ്യം വരും. യെസ്, അപ്പോൾ ഇതും കൂടെ എടുത്തേക്കാം. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഞാൻ കേവിലേക്ക് ചാടാം. ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ അവിടെയൊക്കെ മൈൻഡ് ചെയ്ത് കഷ്ടപ്പെടണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ ഒന്നും ഒരു അയണും പോകുന്നില്ല. അപ്പോൾ അപ്പുറത്ത് കയറട്ടെ ഞാൻ.